നമ്മുടെ ചുറ്റും ചിലർ തിന്മ ചെയ്തും കുറുക്കു വഴികളുടെയും പെട്ടെന്ന് വിജയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് സത്യസന്ധനായി ജീവിക്കുന്നതെന്ന്? സങ്കീർത്തനം 37 ഈ അക്ഷമമായ അസ്വസ്ഥത ആക്കുന്നതിന് ഒരു മരുന്ന് തരുന്നുണ്ട്. ദാവീദ് രാജാവ് നമ്മളോട് പറയുന്നു, യഹോവയിൽ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് നൽകും. വാക്യം 4. ഒരു കൊച്ചു കഥ പറഞ്ഞോട്ടെ. ഒരിക്കലൊരു കർഷകൻ ഒരേ സമയം 2 തരം വിത്തുകൾ വാങ്ങി. ഒന്ന് മുളങ്കാട് വളർത്താൻ, മറ്റേത് നല്ല ഫലങ്ങൾ തരുന്ന ഒരു മരത്തിനായിട്ട്. മുളങ്കാട് വെറും ആഴ്ചകൾക്കുള്ളിൽ ആകാശത്തോളം ഉയർന്നു. എന്നാൽ മരത്തെ ഒട്ടും വളർന്നില്ല. വർഷങ്ങളോളം അത് മണ്ണിൽ തന്നെ കിടന്നു. കർഷകൻ വിചാരിച്ചു മരം നശിച്ചു പോയെന്ന്. എന്നാൽ 5 വർഷത്തിനു ശേഷം ആ മരം വളരെ പെട്ടെന്ന് വളരാൻ തുടങ്ങി. കുറഞ്ഞ കാലം കൊണ്ട് അത് മുളങ്കാടിനേക്കാൾ ഉയരത്തിൽ പടർന്നു പന്തലിച്ചു. കാരണം മരം ആ വർഷങ്ങൾ മുഴുവൻ മണ്ണിൽ ആഴത്തിൽ വേരുകൾ ഇറക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾ പലപ്പോഴും കാണപ്പെടുകയില്ല. എന്നാൽ നാം ദൈവത്തിൽ വേരൂന്നി നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് നാം വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. സങ്കീർത്തനം 37 നമുക്ക് നൽകുന്ന പ്രധാന പാഠങ്ങൾ: അസൂയ വേണ്ട. ദുഷ്ടന്മാരുടെ വിജയം കണ്ട് അസൂയപ്പെടരുത്. അവരുടെ വിജയം പുല്ലുപോലെ പെട്ടെന്ന് വാടിപ്പോകും. യഹോവയിൽ ആശ്രയിക്കുക. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ കാര്യം സാധിക്കും. വാക്യം 5. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തീരുമാനങ്ങളും ദൈവത്തെ ഏൽപ്പിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. യഹോവയുടെ സന്നിധിയിൽ മൗനമായിരുന്ന് അവനായി ക്ഷമയോടെ കാത്തിരിക്കുക. വാക്യം 7. തിരക്ക് കൂട്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളാണ് വലുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ആരും കാണുന്നില്ലെന്ന് വിഷമമുണ്ടോ? ഓർക്കുക, ദൈവം എല്ലാം കാണുന്നുണ്ട്. അവിടുത്തെ സമയം ഏറ്റവും നല്ലതാണ്. ധൈര്യമായിരിക്കുക. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവിടുന്ന് നമ്മളുടെ പ്രയത്നങ്ങൾ ഫലപ്രദമാക്കും. കർത്താവേ, തിന്മ ചെയ്യുന്നവരുടെ വിജയം കണ്ട് അസ്വസ്ഥരാകാതെ നിന്റെ സമയത്തിനായി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളുടെ വഴികൾ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു.